നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി തൃശൂരിൽ നടന്നു. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചിറ്റിശ്ശേരി കപ്ലിങ്ങാട്ട്, കുന്നിശ്ശേരി തലോർ എന്നീ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനായി 2020 പാർട്ടി കൊരട്ടി പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. കല്ലൂർ പാടം വഴിയിൽ സ്കൂട്ടർ അപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. വാർത്തകൾ വിശദമായി. നമ്മുടെ നാടിന്റെ നന്മ കൂടുതൽ വളർത്തിയെടുക്കാനുള്ള ഇടപെടലുകൾ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ സാംസ്കാരിക പ്രമുഖരുമായി തൃശൂർ ലുലു കൺവെൻഷൻ സെന്ററിൽ നടത്തിയ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഗുരു ഗോപിനാഥ് നാട്യഗ്രാമം അവതരിപ്പിക്കുന്ന സ്വാഗത നൃത്തരൂപത്തോടെയാണ് പരിപാടി തുടങ്ങിയത്. മന്ത്രിമാരായ അഡ്വക്കേറ്റ് കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ VK രാമചന്ദ്രൻ, കെ രാധാകൃഷ്ണൻ MP, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, MLA-മാരായ P ബാലചന്ദ്രൻ, AC മൊയ്തീൻ, മുരളി പെരുന്തല്ലി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S അയ്യർ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിച്ച പരസ്പരം പരിപാടിക്ക് വിവിധ അക്കാദമികളും സാംസ്കാരിക സ്ഥാപനങ്ങളും നേതൃത്വം നൽകി. 14 ജില്ലകളിൽ നിന്നായി 2500 സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുത്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച 15 പ്രമുഖ വ്യക്തികളെ വേദിയിൽ ആദരിച്ചു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മെയ് 30, 31 തീയതികളിൽ തിരുവനന്തപുരത്ത് CCF ഓഫീസിന് മുൻപിൽ നടക്കുന്ന രാപ്പകൽ സമരത്തിന്റെ മുന്നോടിയായി കേരള കർഷക സംഘത്തിന്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് EP ജയരാജൻ ക്യാപ്റ്റനും സംസ്ഥാന സെക്രട്ടറി പനോളി വത്സൻ മാനേജറുമായുള്ള സംസ്ഥാന ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകുന്നു. മെയ് 25-ന് ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് സ്വീകരണ സമ്മേളനം വിജയിപ്പിക്കുന്നതിനുവേണ്ടി സംഘാടക സമിതി രൂപീകരിച്ചു. CPIM കൊടകര സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഹാളിൽ ചേർന്ന രൂപീകരണ യോഗം കർഷക സംഘം ജില്ലാ ട്രഷറർ TA രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഏരിയ പ്രസിഡന്റ് CM ബബീഷ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, കർഷക സംഘം നേതാക്കളായ MR രഞ്ജിത്ത്, സെബി ജോസഫ്, TG ശങ്കരനാരായണൻ, TP ജോണി, കാർത്തിക ജയൻ, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, MV സതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. 101 അംഗ സംഘാടക സമിതിയും KK രാമചന്ദ്രൻ MLA, ഏരിയ സെക്രട്ടറി PK ശിവരാമൻ രക്ഷാധികാരികളും, TA രാമകൃഷ്ണൻ ചെയർമാനും, MR രഞ്ജിത്ത് കൺവീനർ, CM ബബീഷ് ട്രഷറർ എന്നിവരെയും തെരഞ്ഞെടുത്തു. 1972 വന്യജീവി സംരക്ഷണ നിയമം എന്നുള്ള നിലയ്ക്കാണ് നിയമം നടപ്പിലാക്കിയത്. ആ നിയമം നടപ്പിലാക്കിയതിന്റെ ഭാഗമായി രാജ്യത്ത് വനത്തിനോട് ചേർന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് ചിറ്റിശ്ശേരി കപ്ലിങ്ങാട്ട്, കുന്നിശ്ശേരി തലോർ എന്നീ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. KK രാമചന്ദ്രൻ MLA നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റിശ്ശേരി കപ്ലിങ്ങാട്ട് റോഡ് 25 ലക്ഷം രൂപയും കുന്നിശ്ശേരി തലോർ റോഡിന് 20 ലക്ഷം രൂപയുമാണ് നവീകരണത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിൻ മേലേമഠത്തിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം PT സുരേഷ് എന്നിവർ സംസാരിച്ചു. വീതിയിലൊക്കെ വെച്ച് അതിന് 2.5 കോടി രൂപ ഈ വർഷത്തെ വാർഷിക ബഡ്ജറ്റിൽ 2024-25 വാർഷിക ബഡ്ജറ്റിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ റോഡുകൾ അത് PW റോഡാണ്, അതൊക്കെ ബഡ്ജറ്റ് ഫണ്ട് വയ്ക്കാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് റോഡിൽ
ചെമ്പൂച്ചിറ മഹാദേവ ട്രസ്റ്റ് വാർഷിക പൊതുയോഗം നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് സുനിൽകുമാർ കൈമാപ്പറമ്പിലിന്റെ അധ്യക്ഷതയിൽ ട്രസ്റ്റ് സെക്രട്ടറി ശ്രീധരൻ കളരിക്കൽ വാർഷിക പ്രവർത്തന റിപ്പോർട്ടും 2024-25 വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ബിനീഷ് കളപ്പുരയ്ക്കൽ, സുശാന്ത് ചിന്നങ്ങത്ത്, ലെനിൻകുമാർ കണ്ണങ്ങനാട്ട്, രാജു കദളിക്കാടൻ എന്നിവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി ശ്രീധരൻ കളരിക്കൽ പ്രസിഡന്റ്, അനിലൻ PR വൈസ് പ്രസിഡന്റ്, ദേവദാസ് പുതുക്കാട് സെക്രട്ടറി, സുശാന്ത് ചിന്നങ്ങത്ത് ജോയിന്റ് സെക്രട്ടറി, ലെനിൻകുമാർ കണ്ണങ്ങനാട്ട് ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനായി 2020 പാർട്ടി കൊരട്ടി പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. മെയ് 17 മുതൽ 20 വരെ പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സമ്മേളനങ്ങൾ നടക്കും. നാലുകെട്ട് ജംഗ്ഷനിൽ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിനു ശേഷം വാലുങ്കുമുറി, കോന്നൂർ, കൊരട്ടി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ സമ്മേളനങ്ങൾ നടന്നു. ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കൊരട്ടി മണ്ഡലം ഭാരവാഹി PA ശ്രീനിവാസന്റെ അധ്യക്ഷതയിൽ ജോർജ് മാർട്ടിൻ, PD വർഗീസ്, ഷിബു വർഗീസ് പെരേപ്പാടൻ, തോമസ് VO, മാത്യൂസ് പാപ്പി, PA ശ്രീനിവാസൻ, ഫിലിപ്പ് കുര്യൻ, ജിത്തു മാധവ്, ME ഫ്രാൻസിസ്, റോസ്ലി ഫ്രാൻസിസ്, ലീല സേവിയർ, ഷീജ ജോയ്, മേരി ജോസഫ് മണവാളൻ, വർഗീസ് മാത്യു എന്നിവർ പ്രസംഗിച്ചു. 2020 പാർട്ടി ഇതിനകം കോടശ്ശേരി, മേലൂർ, പരിയാരം, കൊടകര പഞ്ചായത്തുകളിൽ 65-ലധികം കോർണർ മീറ്റിംഗുകൾ നടത്തിയിട്ടുണ്ട്. കൊരട്ടിയിലെ എല്ലാ വാർഡുകളിലും സജീവ പ്രചരണം നടത്തുകയും സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്യുമെന്ന് പാർട്ടി പ്രതിനിധികൾ വ്യക്തമാക്കി. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചാരിമേള പഠനം പൂർത്തിയാക്കിയ 12 വിദ്യാർത്ഥികൾ മഹാദേവന് മുൻപിൽ അരങ്ങേറ്റം നടത്തി. 7 വയസ്സു മുതൽ 13 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾ കേളത്ത് സുന്ദരന്മാരാരുടെ ശിക്ഷണത്തിലാണ് മേളം അഭ്യസിച്ചത്. ഇവരിൽ ഒരാൾ പെൺകുട്ടിയാണ്. ചടങ്ങിൽ കുട്ടികൾ ഗുരുവന്ദനവും ദക്ഷിണയും നൽകി അനുഗ്രഹം വാങ്ങി. കേളത്ത് സുന്ദരന്മാരാരെ ചെമ്പൂച്ചിറ ശിവക്ഷേത്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലത്തെ മാലിന്യമുക്തമാക്കാം, രോഗമുക്തമാക്കാം എന്ന സന്ദേശവുമായി ശുചിത്വപൂരം 2025ന്റെ ഭാഗമായുള്ള ശുചിത്വ സന്ദേശ കലാജാഥയ്ക്ക് തുടക്കമായി. മുളങ്ങ് സെന്ററിൽ നിന്നും ആരംഭിച്ച കലാജാഥ പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PT കിഷോർ, KC പ്രദീപ്, NM പുഷ്പാകരൻ, ദിനേശ് വെള്ളപ്പാടി, ഷീന പ്രദീപ്, KK പ്രകാശൻ, KV സുഭാഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലേഖ, അസിസ്റ്റന്റ് സെക്രട്ടറി MK വിജയൻ എന്നിവർ സംസാരിച്ചു. 5 ദിവസങ്ങളിലായി 18 കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങുന്ന ജാഥ 24-ന് നന്ദിക്കരയിൽ സമാപിക്കും. കല്ലൂർ പാടം വഴിയിൽ സ്കൂട്ടർ അപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. കീനൂർ മണികണ്ഠൻ എന്നറിയപ്പെടുന്ന കല്ലൂർ നായരങ്ങാടി സ്വദേശി തൈക്കാട്ട് വീട്ടിൽ രഞ്ജിത്താണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഞായറാഴ്ച രാത്രി 8:30-നായിരുന്നു അപകടം. രഞ്ജിത്ത് റോഡിൽ വീണ് കിടക്കുന്ന നിലയിലാണ് വഴിയാത്രക്കാർ കണ്ടത്. സമീപത്ത് സ്കൂട്ടർ മറിഞ്ഞ നിലയിലായിരുന്നു. അരമണിക്കൂറോളം റോഡിൽ കിടന്നതായി പറയുന്നു. നാട്ടുകാരും ബന്ധുക്കളും എത്തി കല്ലൂർ യുവസംഗമത്തിന്റെ ആംബുലൻസിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മാത്രമേ മരണകാരണം അറിയാൻ കഴിയൂവെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിലാണ് മേളം അഭ്യസിച്ചത്. ഏഷ്യാഡ് ശശിയുടെ ശിഷ്യനായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വാദ്യകലാ രംഗത്ത് ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മേളത്തിലും ആറാട്ടുപുഴ പൂരം, പെരുവനം പൂരം, കൂടൽമാണിക്യം, തൃപ്പൂണിത്തുറ തുടങ്ങി പ്രധാന പൂരങ്ങളിലും മേളനിരയിൽ പങ്കാളിയായി. രഞ്ജിത്തിന്റെ സംസ്കാരം വൈകിട്ട് നടന്നു. നീതുവാണ് ഭാര്യ. നിരഞ്ജന, നിരഞ്ജൻ എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,755 രൂപ, പവന് 70,040 രൂപ.
സ്വർണ്ണശോഭയിൽ നിൻമുഖം മാത്രം. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരുമായി സംവദിക്കുന്ന പരസ്പരം പരിപാടി തൃശൂരിൽ നടന്നു. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സംസ്ഥാന ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകുന്നതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചിറ്റിശ്ശേരി കപ്ലിങ്ങാട്ട്, കുന്നിശ്ശേരി തലോർ എന്നീ റോഡുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനായി 2020 പാർട്ടി കൊരട്ടി പഞ്ചായത്തിൽ കോർണർ മീറ്റിംഗുകൾക്ക് തുടക്കം കുറിച്ചു. കല്ലൂർ പാടം വഴിയിൽ സ്കൂട്ടർ അപകടത്തിൽ ഇലത്താള കലാകാരൻ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.